ഡോക്ടർ സി കെ ജോയി, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാം പണിയുന്നതുമായി ബന്ധപ്പെട്ട വളരെ തെറ്റായ വാർത്തകൾ തമിഴ്നാട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. സമാന നിലയിൽ കേരളത്തിലും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്താണത്? മുല്ലപ്പെരിയാർ ഡാം പണിയുന്നത് ഇപ്പോൾ അതിന് ബലക്ഷയമൊന്നുമില്ല, അത് പണിയുന്നത് കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഡാമിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള വാദഗതിയും ശക്തമാണ്. ഒരു പക്ഷേ അത്തരത്തിലുള്ള കമ്മീഷൻ പറ്റലുകൾ പല പാലം നിർമ്മാണത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല നിർമ്മാണത്തിലും ഈ പാലമായാലും റോഡായാലും വലിയ നിർമ്മാണത്തിലുമൊക്കെ വമ്പൻ അഴിമതി നടക്കുന്ന സംസ്ഥാനത്തിൽ കേരളവുമുണ്ട്. അത് കണ്ടിട്ടാവാം മുല്ലപ്പെരിയാർ ഡാം കോടികൾ വേണം, അങ്ങനെയുള്ളൊരു ഡാം പണിയുന്നത് ആ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കീശ വീർപ്പിക്കാനാണ് എന്നുള്ള പ്രചാരണം കേരളത്തിലും ശക്തമല്ലേ ഡോക്ടർ ജോയ്? അതിൻ്റെ കാരണം ഉണ്ടാക്കിയത് കേരള നിയമസഭയാണ്. നമുക്കറിയാം, തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയും ഉന്നതാധികാര സമിതിയും പറയുന്നതനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ നിയമപരമായ പരിരക്ഷയും അവർ വാദിച്ച് നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് കേരളത്തിലെ ഡാം പൊട്ടും എന്ന് പ്രചരിപ്പിച്ചിട്ട് നിയമസഭയിലെ 2003 മാർച്ച് 15 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് പെട്ടെന്ന് പാസ്സാക്കിയെടുക്കുക. അപ്പോൾ തമിഴ്നാട് സംശയിക്കില്ലേ? ഒന്ന്, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് ആദ്യം തമിഴ്നാടുമായിട്ടാണ്. അവിടെയൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് വേണം. അവരുമായി സംസാരിച്ച് സ്നേഹപൂർവ്വം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണം. എന്നിട്ട് വേണമായിരുന്നു പുതിയ ഡാം, പുതിയ കരാർ എന്നൊരു ആശയം മുന്നോട്ട് വെക്കേണ്ടത്. ആ ചർച്ചകളുടെ നിന്ന് ഉരുത്തിരിഞ്ഞ വരുന്ന ഒരു കാര്യമായിട്ട് വേണമായിരുന്നു. ഇതിപ്പോൾ പ്രകോപനപരമായി. ആ പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങളാണ് തമിഴ്നാട്ടിലെ ഇപ്പോൾ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കരാറ് 1896 ഉണ്ടായിക്കഴിഞ്ഞു. ഡാം ഉണ്ടായിക്കഴിഞ്ഞു, വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് 52 അടി വരെ കിട്ടി. അത് കഴിഞ്ഞ് അത് 42 അടിയിലേക്ക് ചുരുക്കി, പിന്നെ 36 അടിയിലേക്ക് ചുരുക്കി. അപ്പോൾ വെള്ളം കിട്ടുന്നതിനെ പറ്റിയിട്ട് ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറാകില്ല. കാരണം അത്രയും വെള്ളം കൊടുക്കാൻ പറയുന്നത് കേരളമല്ല, അത് സുപ്രീം കോടതിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയുടെ വിധി അവർക്ക് കിട്ടാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ വാട്ടർ കമ്മീഷനിൽ ഉള്ള ആ പഠന റിപ്പോർട്ടുകളൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാമോ പുതിയ കരാറോ അവർക്ക് അത് അംഗീകരിക്കേണ്ട കാര്യമില്ല. അത് അവർ അംഗീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഇവിടെ പുതിയ കരാറും പുതിയ ഡാമുമായിട്ട് മുന്നോട്ട് പോയത് പ്രകോപനപരം തന്നെയാണ്. ആദ്യം ചർച്ചയാണ് നടത്തേണ്ടത്. ആദ്യം നമ്മളൊരു ഒരു നടപടി ഉണ്ടാക്കാണ്. അതിനുശേഷം ചർച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവരൊന്നും വിഡ്ഢികളല്ല. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സുരക്ഷിതമാക്കണമെങ്കിൽ ചർച്ച നടക്കണം. ഇത് കോടതിയുടെ മുന്നിലും 2 സംസ്ഥാനങ്ങളുടെ ഇടയിലാണ്. അവിടെ പ്രധാനമന്ത്രി ഇടപെടുത്തണം. ഇത് ഏതാണ്ട് ഒരു ഫോബിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ട് ഞങ്ങൾ ഒന്നിനും പോവില്ല. ഈ വക കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ട സ്ഥലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടുത്തണം. അത് ഒരു പാർട്ടിയുടെ പേരിൽ, ഒരു വൈരാഗ്യത്തിൻ്റെ പേരിൽ, ഒരു ഫോബിയയുടെ പേരിൽ മാറ്റി നിർത്തിയാൽ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ വയനാട് സംഭവിച്ചതുപോലെ ഇവിടുത്തെ ജനങ്ങളാണ്. കാരണം മുന്നറിയിപ്പ് വേണ്ട തരത്തിൽ കൊടുത്തിട്ടും അത് വേണ്ട തരത്തിൽ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ അറിയാത്തൊരു സർക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ അങ്ങനെ അറിവില്ലായ്മ നടിച്ച് മുന്നോട്ട് പോകരുത്. ഇവിടെ ചർച്ച നടക്കണം, പ്രധാനമന്ത്രി ഇടപെടുത്തണം. അത് ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സമയത്തല്ല. അതായത് വെള്ളം പൊങ്ങി വരുന്നു, 36 42 43 എന്ന് പറയുന്ന സമയത്തല്ല. വലിയ റിസ്ക് ഒന്നുമില്ലാത്തൊരു സമയത്ത്, ഒരു വർഷത്തിൽ നമുക്കറിയാം മഴ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചർച്ച നടത്താം. അത് കൃത്യമായി സത്യസന്ധമായിരിക്കണം. അവർക്ക് ഇതൊക്കെ ഡാമൊക്കെ പൊളിച്ചു കളഞ്ഞ് വെള്ളം കിട്ടില്ല, കാരണം അവിടെ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്.
നമ്മൾ കരാറ് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാകില്ല എന്നാണ് അവർ പറയുക. കാരണം അവർക്ക് കരാറാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ കരാറ് കാരണം അവർ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുണ്ടാക്കിയ കരാറ് വീണ്ടും പുതുക്കി കിട്ടി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ആരെ പുതുക്കിയത്? നിർബന്ധിച്ച് കേരള ഗവൺമെൻറ് പുതുക്കിയതല്ല, കേരള ഗവൺമെൻറ് അത് പുതുക്കാൻ തയ്യാറായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കരാറ് കയ്യിലുള്ളപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പറയാണ് പുതിയ കരാറ് തമിഴ്നാടിന് വെള്ളം. തമിഴ്നാടിന് നമ്മൾ ഇപ്പോഴും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കണക്ക് നോക്കാതെ, അവർ ചെയ്യുന്ന നമുക്ക് തരേണ്ട വെള്ളം തരാതെ. കാരണം ഇത് കാച്ച്മെന്റ് ഏരിയ ഉള്ള നദികളിലെ വെള്ളം, അങ്ങോട്ട് പോകുന്ന വെള്ളം, ഇങ്ങോട്ട് വരുന്ന വെള്ളമുണ്ട്. അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കരാറുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളം എങ്ങോട്ട് പോകുന്നു നമുക്കറിയാം. നമുക്ക് തന്നെ 3 കിഴക്കോട്ടൊഴുകുന്ന നദികളുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കാച്ച്മെന്റ് ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളമാണ് അങ്ങോട്ട് പോകുന്നത്, അത് കണക്കിലെടുത്തു. ഇതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വെള്ളം, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വെള്ളം, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെറുതെ ഒരു സുപ്രഭാതത്തിലൊരു കരാറുകൾ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ ചർച്ച ചെയ്ത് പഠനം നടത്തി വളരെ വ്യക്തമായി രണ്ടുപേരും ഒന്നിച്ച് എടുത്ത തീരുമാനങ്ങളാണ്. അപ്പോൾ ഇതും അങ്ങനെ 2 സർക്കാരുകൾ, കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതി അറിഞ്ഞുകൊണ്ട് ചർച്ച നടക്കണം. അതല്ലാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ചൊക്കടി വിദ്യകളൊന്നും ഇവിടെ നടക്കില്ല. അങ്ങനെ അത് പറ്റില്ല. ശാസ്ത്രീയമായ പഠനങ്ങൾ ഉണ്ടാകണം. ഇത് പൊട്ടുമെന്ന് പറയാനുള്ള കാരണങ്ങൾ പറയണം. വെള്ളമില്ല കേരളത്തിന്, ഈ പറയുന്ന സർപ്ലസ് വെള്ളമില്ല. കുടിവെള്ളം പോലും ബഡ്ജറ്റിലെ പൈസ കൊടുത്ത് നമ്മൾ കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ വെള്ളം കാണുന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളമാണ്, കുടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ശാസ്ത്രീയമായ വഴികളിലൂടെ ശാസ്ത്രീയ പഠനം നടത്തി ഒരു മേശയ്ക്ക് ചുറ്റും കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് 2 സർക്കാരുകളെ വിളിപ്പിച്ച് അത് ചർച്ച നടക്കണം. അതല്ലാതെ സർക്കാർ അവരവിടെ ഇത് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം അവർക്ക് അതിനു വേണ്ട പ്രകോപനങ്ങൾ കേരളത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകോപനങ്ങളല്ല വേണ്ടത്. ഇവിടെ ചർച്ച, ന്യായമായ ആവശ്യത്തിനുള്ള ചർച്ചയാണ്. ഈ ജനങ്ങൾക്ക് ഇതുപോലെ ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മുടെ വിഷമം അവരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലേ? അല്ലെങ്കിൽ മനസ്സിലാക്കി കൃത്യമായി തമിഴ് ജനതയെ ഇക്കാര്യം ബോധ്യപ്പെടുത്തണമെന്ന് തന്നെയാണ് ഡോക്ടർ CM ജോയ് പറയുന്നത്.